ഹലോ, ഇന്നൊരു ഫൊക്കാച്ചിയ ബ്രെഡ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ മുന്നേ ഒരു സാൻഡ്വിച്ച് കഴിച്ചപ്പം ആ ബ്രെഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എന്താ റെസിപ്പി കണ്ടുപിടിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ശരിക്കും ഉണ്ടാക്കണ ഒരു 2-3 ദിവസത്തെ പരിപാടി ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഒരു റെസിപ്പിയിൽ 3-4 തവണ മൾട്ടിപ്പിൾ ഫോൾഡിങ് കൊണ്ട് ഒരു ദിവസം തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടുപിടിച്ചു. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈസ്റ്റും ഉപ്പും ഒലിവ് ഓയിലും പിന്നെ ഓൾ പർപ്പസ് ഫ്ലോറാണ്. നമ്മളെങ്ങനെയാണ് ബ്രെഡ് ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൊസീജിയറും. പക്ഷേ ഇതൊന്നും കൂടെ ഒട്ടിപ്പിടിച്ചിട്ടുള്ളതായിരിക്കും. ഇതിൻ്റെ മെയിൻ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിരിക്കണം അതിൻ്റെ ഡോ. അങ്ങനെ ഞാൻ 3-4 പ്രാവശ്യം അതിനെ ഫോൾഡ് ചെയ്ത് ഓരോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഈ പരിപാടി. അത്യാവശ്യം നല്ല പണിയുള്ള പരിപാടിയാണ്, നല്ല ക്ഷമയും സമയവും വേണം. അങ്ങനെ ഞാൻ ഓവനിലാണ് കേട്ടോ വെക്കുന്നത്. കാരണം ഇത് പൊന്തി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഓവനിൽ ഞാൻ ചെറുതായി ചൂടാക്കിയിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഓവനിൽ വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പൊന്തി വരും ചെയ്തു. അങ്ങനെ ഒരു ട്രേയിലോട്ട് ബേക്കിംഗ് പേപ്പറിൽ കുറച്ച് നല്ലോണം ഒലിവ് ഓയിൽ ആക്കിയിട്ട് ആ ഡോയിന് നല്ലോണം പൊന്തി വന്ന ഡോയിന് ആ ട്രേയിലോട്ട് ഞാൻ മാറ്റിയിട്ട് ഇനി മെയിൻ പരിപാടി പറഞ്ഞാൽ ഇങ്ങനെ ഡിമ്പിൾസ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ, കുഴികൾ. ആ കുഴികളിലോട്ടേക്ക് നമ്മളിങ്ങനെ മേലെ ഒലിവ് ഓയിൽ ടോപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ബ്രെഡ് എന്ന് പറഞ്ഞാൽ പുറം ലെയർ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്ത് വെച്ച് വരുമ്പോഴത്തേക്കും സെറ്റാവും. അതിന് മേലെ ഞാൻ കുറച്ച് റോസ്മേരിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഞാൻ വേറെ വലിയ ലീവ്സ് ഒന്നും ഇടാൻ നിന്നിട്ടില്ല, റോസ്മേരിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ ബ്രെഡ് ഇങ്ങനെ ബേക്ക് ചെയ്ത് വന്നപ്പം ഈ ഒരു പരുവാണ് ആയത്. പക്ഷേ കാണുന്ന പോലെ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ഈ പാറ്റീൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇത് ചിക്ക് പി പാറ്റിയാണ്. പിന്നെ ഇത് സോൾട്ടഡ് പെപ്പറാണ്. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു സവർ സോൾട്ടി സ്വീറ്റ് അങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ ലെറ്റ്യൂസും വെച്ച് സാൻഡ്വിച്ച് ഞാൻ സെറ്റാക്കി എടുത്തു. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ അത്. പിന്നെ നിങ്ങളടുത്ത് ഉണ്ടാക്കി നോക്കാൻ പറയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പണിയുള്ളൊരു പണിയാണ്. പക്ഷെ എല്ലാവരും അപ്രൂവ് ചെയ്തു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടാറ്റാ.